വീഡിയോ എടുക്കുക പറഞ്ഞിട്ടൊക്കെ. ഇന്നത്തെ നമ്മുടെ ബ്ലോഗിനകത്ത് മെയിൻ കഥാപാത്രമാണ് ജഗന്നാഥ വർമ്മ. ഗൈസ് പേടിക്കൊണ്ടേ കണ്ടു ഗൈസ്. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇവിടെ വരെ കയറി വന്നതിൻ്റെ ഒരു ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ കട്ട് ചെയ്തോളാം. ഇപ്പൊ പറഞ്ഞേക്കാൻ പറ്റിയ സെൻസർ എന്റെ ആക്ടിംഗ് ആണ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇറങ്ങി ഗൈസ്. ഇതിന് എത്ര ഒരു എന്റെ ഗൈസ് നീ നിർത്തിക്കോ കേട്ടോ. ഇതൊക്കെ പൊളിക്കുന്നു. ഞാൻ 12 മണി തൊട്ട് ഇവിടെ ഇരിക്കുക റെയിൽവേ സ്റ്റേഷന്. എത്ര മണിക്കൂറാണ്? 12. കേറട്ടെ. ഹായ് ഗൈസ്. ഗൈസ് ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അതെ ഗൈസ്. ഹായ് ഗൈസ്. നമ്മളുടെ ഫോറിനേഴ്സിന് രാവിലെ ബ്ലോഗും കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യാന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയത്. അമ്പിച്ചാക്കി പ്ലേങ്കീസ് ഒക്കെ കൊടുത്തിട്ട് ആ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ എക്സ്ട്രോവേർട്ടിന്റെ ഇൻട്രോവേർട്ടിന്റെ നടുക്കായി. ആലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ടോട്ടലി ഇൻട്രോവേർട്ടായി. സോ കണ്ടന്റ് ഒന്നുമില്ല. നിമാരെന്തെങ്കിലും കണ്ടന്റ് എനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇനി ഉള്ളത്. എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. പറയാം സുജി ഹായ്. ഹായ് ഗൈസ്. ഇതാണ് ബീച്ച്. ഇതാണ് കടപ്പുറം. ഇതാണ് ബീച്ച്. ഇതുണ്ട് ഐസ് സ്പോട്ട്. അയ്യോ താഴത്തെ ഒരു ചേച്ചി. ചേച്ചി അതെ. ഹായ് ഗൈസ്. ഇതുണ്ടാ ടീം വേണ്ട ബ്ലാക്ക് വിത്ത് പച്ച. എന്റെ അകത്തൊരു ചേട്ടനുണ്ട് ഗൈസ്. ചേട്ടനുണ്ട്. ഇതുണ്ടാ റൊട്ടി. ഹായ് ഞങ്ങളുടെ പേര് സുജി. കൊരങ്ങനെ ചേച്ചി കണ്ടോ ഗൈസ്. ഹലോ ഗൈസ്. കഫ അല്ല കഫേ. വെള്ളത്തിൽ കിടക്കുന്ന കഫേ. നമുക്ക് വാട്ടർ കഫേയിലൊക്കെ കണ്ടോ. ഹൈഷം ആർട്ടിസ്റ്റ് ഹൈഷമാന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം തിന്നെ അറിയത്തില്ല. കൈക്കിരിപ്പുണ്ട് കണ്ടോ. ചിക്കേ ഇവിടെ വാ. അവിടെ കണ്ട അവിടെ ഒരു ചേച്ചി ഇപ്പൊ ഉണ്ട് ഗൈസ്. ആ ചേച്ചിക്ക് എന്താണെന്ന് അറിയത്തില്ല. നമ്മളോട് വന്ന് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. ചേച്ചിക്ക് അറിയത്തില്ല എന്നാ പ്രോഡക്റ്റ് ആണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞായിരുന്നു അവിടെ നിന്ന് കയറി വന്നേ. ഉടായിപ്പാണ് ഗൈസ്. വെറുതെ എന്തൊക്കെയോ എക്സാം തോറ്റുപോയി. എക്സാം തോറ്റുപോയി ഗൈസ്. വെറുതെ ഓരോ എക്സാം തോറ്റുപോയി. പാവൻ ചേട്ടൻ വിഷമം ഉണ്ട്. എക്സാം തോറ്റുപോയി. അതിന്റെ മണ്ടയ്ക്ക് നീ കയറുവോ? ഞാൻ കയറും ഉറപ്പായിട്ടും. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയില്ല. ഞാൻ ചാടിക്കറാൻ പോവും. 5ാം സ്റ്റെപ്പ് എത്തുമ്പോ ഞാൻ വീഴും. ഈ മാഗ്നറ്റൊക്കെ ഇവിടെ ഇരിക്കട്ടെ. വണക്കം. സ്കൂൾ കുട്ടിയുണ്ട് നമ്മുടെ കൂടെ ഗൈസ്. നമ്മുടെ കൂടെ ഒരു മീശയും താടിയൊക്കെ വളർന്ന ഒരു സ്കൂൾ കുട്ടിയുണ്ട്. നമ്മളെന്ത് പോകുന്നത് എനിക്ക് ധൈര്യമുണ്ടോ? ഞാൻ അന്ന് അഴീക്കൽ ബീച്ചിൽ വെച്ചിട്ട് ഞാനൊന്ന് ഷോ ഓഫ് കാണി. ഞാൻ പേടിച്ച് കാണിച്ചതാണ് ഞാനിത്. എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പോയിട്ട് വാ. ഗൈസ് ഈ പേടിയൊന്ന് ഗൈസ്. നമ്മൾ പകുതി എത്തിയുള്ളൂ ഗൈസ്. എന്നാലും ഒരു പേടി. ആള് വരുന്നുണ്ട് ഗൈസ്. അയ്യോ ഗൈസ് കേറിപ്പോക്കോ. ഗൈസ് വയ്യാരോഗികളൊക്കെ നോ ബ്ലോക്ക്. കേറിക്കോ ഗൈസ്. നമ്മളെ തിരിച്ചിറങ്ങണ്ടാണ്. അല്ല ഇവിടെ അവിടോട്ട് നിന്നോ. സൈഡിലോട്ട് നിന്നോ. ആള് വരുന്നുണ്ട്. എന്താണ് ഗൈസ്? പേടിത്തൊണ്ടനാണ് ഗൈസ്. അടുത്ത ബ്ലോക്ക് വരുന്നുണ്ട്. 1 മിനിറ്റ്. സാരില്ല നമുക്ക്. പേടിക്കില്ലേ ചേരാ. ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പേടിക്കില്ല. ഓ ഗൈസ് ഇതെല്ലാം ഇവിടെ ഇപ്പൊ ഇവിടെ
സത്യം. എത്ര വർഷം മുമ്പുള്ള ഇതാണ് ഗൈസ് കറണ്ടിന്റെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ കയറി ഓഫാക്കും കേട്ടാ. മൊത്തം ഓഫ് ആകുമ്പോഴാണെങ്കിൽ നമ്മൾ കളക്ടറേറ്റിൽ പോകണം. അപ്പൊ അതൊക്കെ ഉണ്ട്. പവർ സ്റ്റേഷൻ. സ്കൂൾ കുട്ടി വയസ്സായി എന്നിട്ട് സ്കൂളിൽ പോവാ. എന്തൊരവസ്ഥയാണ്. സപ്പാ അയ്യോ ദൈവമേ എന്റെ കൈ കുടുങ്ങി. എന്റെ കാലൊക്കെ ഇടിക്കുന്നു ഗൈസ്, വിറയ്ക്കുന്നു ഗൈസ്. അവിടെ നിന്നോ വരണ്ട. പേടിക്കില്ലേ എണ്ണിച്ചേ ഗൈസ്. ഇപ്പൊ എടുത്തോണ്ടേ കണ്ടോ ഗൈസ്. ഗൈസ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പേടിയാണ്. എവിടെ താഴ്ത്തിപ്പോണ്ട മോനെ? അയ്യോ എനിക്ക് തന്നെ പേടിയാണ്. ഹലോ ഗൈസ്, ഹായ് ടർഫിലെ പിള്ളേർ. ഗൈസ് എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇവിടെ വരെ കയറി വന്നതിൻ്റെ ഒരു അതിനെന്താ ഇപ്പൊ പറയുന്നത്? കിതപ്പ് മാത്രമല്ല, അല്ല പേടിയൊന്നുമില്ല. ഞാൻ ഇപ്പൊ ആക്റ്റീവ് ആവും. ഇതാണ് വെച്ചിരിക്കുന്നത്. നീ അതൊന്ന് കാണിച്ചു കൊടുത്തേ. നിർത്തുന്നുണ്ട് കുറെ നേരമായി. ആലപ്പുഴ സ്കൂൾ കുട്ടി കള്ളമ്പണി എന്നൊക്കെ വിളിക്കുന്നു. എവിടെ ഉണ്ടല്ലേ? ചക്കര മുത്തല്ലേ ഫുൾ മന്തി. എവിടെ ഇരിക്കും? എന്തോരം കടലാ. രാമ ഭാഗ്യമാ. അവരുടെ തലേന്ന് കയറില്ല. അവരുടെ തകർക്കുന്നു. കടല് കാണിച്ചു കൊടുത്തോടാ. കടല് കാണാത്തവരൊക്കെ കടല് കാണിച്ചു. ബീച്ചിലും കാണിച്ചില്ല. നമുക്കൊന്ന് വലം വെക്കും. അല്ല ഈ ബീച്ചിനെ പറ്റി ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുള്ളവരുണ്ടോ? അമ്മയോട് ചോദിക്കും. ഇതിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ അറിയത്തില്ലയോ? ഒത്തിരി വർഷത്തെ പഴക്കമുണ്ടോ? കണ്ണനോട് ചോദിക്കും. ഒത്തിരി വർഷത്തെ പഴക്കമുണ്ടോ? പിടിക്കല്ല എന്നെ. 80, 61, 62. ഓക്കെ. ഇതിന് എത്ര നാളത്തെ പഴക്കമുണ്ട്? ഒരു നല്ല പഴക്കമുണ്ടല്ലേ? 164. അതിന്റെ മണ്ടയ്ക്ക് വന്ന പാക്കേജ് 164 പഴക്കമുണ്ട്. അത് തടി കൊണ്ടൊക്കെ അങ്ങ് വരെ പോണ്ടാണ്. മറ്റേ കണ്ണാടി എന്തിനാ? മേബാക്കിന്റെ കണ്ണാടി. കൂട്ടുകാരെ, സുഗന്ധി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. സുഗന്ധി എന്താണ് നിനക്ക് പറയാനുള്ളത്? എല്ലാരും സുഖമായിട്ടിരിക്കും. ചായ കുടിക്കുക. സമയത്ത് കിടന്ന് ഉറങ്ങണം. രാവിലെ ഭക്ഷണം കഴിക്കണം. ഇല്ല, എല്ലാവരും ആരോഗ്യമൊക്കെ നോക്കി ജീവിക്കുക. പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആക്ട് ചെയ്യുന്നത്. പിന്നെ ആർക്കും ഒരു പേടി വരത്തില്ല. കണ്ണൻ എടുത്തിട്ട് പറയാ 1862 അല്ലേ? 1860. അതാ നോക്കി താഴെ. അല്ലല്ല, താഴെയൊക്കെ ആണല്ലോ നമ്മൾ കയറി വരുന്ന സ്റ്റെയറൊക്കെ ഉണ്ടല്ലോ, ഊറാൻ കുത്തിയൊക്കെ ഇരിക്കുന്നു. അത് കാണുമ്പോൾ പേടി വരത്തില്ലേ? അത്ര ആരും പേടി ഇളക്കമുണ്ട്. നീ എൻ്റെ ഇടക്കൂടെ നിന്റെ വരെ ഇളക്കും. അല്ലാതെ എനിക്ക് വേറെ പേടിയൊന്നുമില്ല. പിന്നെ ഒരു കണ്ടന്റിന് വേണ്ടി ഞാൻ ആക്ട് ചെയ്തതാ. അല്ലാതെ എനിക്ക് പേടിയൊന്നുമില്ല.
ഓ അതുകൊണ്ടല്ല താഴോട്ട് നോക്കുമ്പോ എന്തോ ഒന്ന് എന്താണ് എനിക്ക് അവസരം കിട്ടും എന്നേലും നിനക്കാട്ടി വലിയ അവസരം എന്താ കിട്ടാനല്ലേ. ഹായ് ഹായ് മൊത്തത്തിൽ വ്യൂ എടുക്കാൻ പോയപ്പോ കറങ്ങി കയറുകയാണ്, വലം വെക്കുകയാണ്. ലൈറ്റ് ഇല്ലല്ല, എനിക്ക് വലം വെക്കാൻ പേടിയാണ്. നടന്നാ മതി തൊഴി. എന്റെ പൊന്ന് താഴോട്ട് നോക്കിട്ട് എന്താ പോലെ പേടിയൊന്നും ഇല്ലയോ? എത്ര നാളുണ്ട് ചേച്ചികളുണ്ട്? ഇങ്ങനെ താഴോട്ട് ഇറങ്ങും. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല ചേച്ചി, ഞാൻ താഴെ എന്നോടാന്ന് പറഞ്ഞ എന്നെ റെക്കോർഡ് പോ. റെക്കോർഡിംഗ് ആണേ. എടുത്ത് വീഡിയോ എടുത്ത് ഞാൻ ഡയലോഗ് പറയാം. ഗൈസ് തക്കോട് ഇറങ്ങി ഗൈസ്. പേടിയൊന്നുമില്ല. എടാ ഇവിടെ തൊട്ടി ഉണ്ടോ? ഈ തൊട്ടി പിടിച്ചിറങ്ങിയാലോ? എനിക്ക് മാത്രം കിടക്കുന്ന പേടി. ചേച്ചി എത്ര ഒരു പേടിയില്ല ചേച്ചി ഇരിക്കുന്നു. എന്താടേ എനിക്ക് പേടിയൊന്നും ഇല്ല. ഏ ഇതൊക്കെ എന്ത് സിമ്പിള് ഗൈസ്. ആണ്ട് ഇതൊക്കെ അനങ്ങുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് എനിക്ക് ഇത്ര പേടിയാണ്. ഇതെല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഇതല്ല എന്നിട്ട് മറ്റേകളെല്ലാം കൂടെ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നത്. ജഗ എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നടാ? നൈസ് ആക്ടിങ് ആയിരുന്നു. സൂപ്പർ അല്ലായിരുന്നു എന്റെ ആക്ടിങ്? എന്റെ ആക്ടിങ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരുന്നത്. ഇതെന്റെ ആക്ടിങ് ആണെങ്കിൽ എനിക്ക് അവാർഡ് തരണം ഗൈസ്. എന്റെ ഗൈസ് നീ നിർത്തിക്കോ കേട്ടോ. ഒരൊറ്റ വീഡിയോ എടുക്കുക പറഞ്ഞിട്ടൊക്കെ എടുക്കണം കേട്ടോ. ജിമ്മിലൊക്കെ പോയി ലെഗ് അടിച്ച അവസ്ഥയാണ് ഗൈസ്. ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് വന്നപ്പോൾ തീരെ വയ്യ ഗൈസ്. എന്നെ നീ ഇവനെ എവിടെ നിന്ന് കയറി വരുന്നടാ? ഇപ്പോൾ വല്ലാത്തൊരു ഗതികേടിലാണ് ഗൈസ്. നടക്കാൻ എന്നെ ഓട്ടോ വിളിച്ച് കൊണ്ടുപോകണേ. ഓക്കെ സീരിയസ്ലി ഏതാണ്ട് എൻ്റെ മസിൽസ്. ഇന്നത്തെ നമ്മുടെ ബ്ലോഗിനകത്ത് മെയിൻ കഥാപാത്രമാണ് ജഗന്നാഥ വർമ്മ. ജഗന്നാഥ വർമ്മയാണ് ഇവൻ. ഉണ്ടായിട്ടാണ് ഇന്നത്തെ അതെ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അതായത് ആ പെണ്ണ് ഏതാണ്ട് ചെറുക്കനെ പറഞ്ഞെന്ന് പറഞ്ഞ് ചെറുക്കൻ പെണ്ണ് പേടിച്ചു പോയോ? ഇല്ലില്ല. പിന്നെ ടോക്സിക് ആയിരുന്നു അല്ലേ? അങ്ങനില്ല. പിന്നെ പെണ്ണിന്റെ ഡൈപ്പർ ഇടാൻ മറന്നുപോയി. ഇവൻ ഇച്ചിരി ഓവറാണ് ഗൈസ്. ഇതൊന്നും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല, ഞാൻ കട്ട് ചെയ്തോളാം. ഇപ്പം പറഞ്ഞേക്കാൻ മറ്റേ സെൻസർ. ഇതൊന്നും ഞാൻ കട്ട് ചെയ്യത്തില്ല. നിന്റെ തനിക്കോണം ആയിരിക്കും ഇതിനകത്ത് കാണാൻ പോകുന്നത്. എനിക്ക് ഫാൻസ് ഉണ്ടാവട്ടെ വെറുതെ. ഇത് ഈ കുളം താണ്ടി വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ. പുള്ളി ഇവിടെ നടക്കിയേ? ഇവിടാണ് മറ്റേ പന്തലൊക്കെ കെട്ടി സാധനമാക്കിയത്. അത് മറ്റേ ചുടുകാടല്ലേ? വണ്ടി വരുന്നു. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. കാരണം 6 മണിക്കാണ് ട്രെയിൻ കേട്ടോ. ഇപ്പോൾ 5:45. കാമുകിയോട് പിണങ്ങിപ്പോയ ചെറുക്കനെ തപ്പിപ്പിടിച്ചോണ്ട് കൂട്ടുകാരൻ വന്നിരിക്കുകയാണ്. ജഗ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടാ? ഹാപ്പിയാണോ നീ? നമുക്കിനി അടുത്ത വട്ടം വരാം. കഥയിലെ നായകൻ ബാഗൊക്കെ ആയിട്ട് വരികയാണ്. വീണ്ടും വരാം.